നമസ്കാരം. വിമർശനങ്ങളെ എങ്ങനെ അതിജീവിക്കാം? നിങ്ങൾക്ക് ആരെങ്കിലും ഒരു ഗിഫ്റ്റ്, ഒരു സമ്മാനം തന്നു എന്നിരിക്കുക. അപ്പോൾ നിങ്ങൾ പറയുന്നു, ഇല്ല എനിക്ക് ഈ ഗിഫ്റ്റ് വേണ്ട, നിങ്ങൾ തന്നെ വെച്ചോ, എനിക്ക് ഈ സമ്മാനം വേണ്ട, നിങ്ങൾ തന്നെ വെച്ചോളൂ, നന്ദി, താങ്ക്സ്. അന്നേരം നിങ്ങൾക്കറിയാം അവർ നിങ്ങൾക്ക് തരാൻ ശ്രമിച്ച ഗിഫ്റ്റ് അത് അവരുടേത് തന്നെയാണ്, നിങ്ങൾ സ്വീകരിച്ചില്ലല്ലോ. എന്നതുപോലെ തന്നെയാണ് ആരുടെയും എത്തരം വിമർശനം. എന്താണ് ഈ വിമർശനം? അത് അവരവരുടെ അഭിപ്രായങ്ങളാണ്, ഒപ്പീനിയൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഉദാഹരണം, കീപാഡുള്ള ഒരു ഫോണുണ്ട്, സാധാരണ ഫോണ്, ബട്ടൺ നെക്കി ഇങ്ങനെ ഉപയോഗിക്കുന്ന സാധാരണ ഒരു ഫോണ്. അപ്പോൾ ആ ഫോണിൻ്റെ ക്യാമറയിലൂടെയാണ് നിങ്ങൾ ഒരു ഫോട്ടോ എടുക്കുന്നത്. എങ്ങനെ ഇരിക്കും? അത്രേ കാണത്തുള്ളൂ ക്വാളിറ്റി. നിങ്ങൾ കുറച്ചും കൂടെ ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ആൻഡ്രോയിഡ് ഫോണിൻ്റെ ക്യാമറയിൽ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ അത്രയും കിട്ടും. എന്നാൽ കുറേ കൂടി വില മതിപ്പുള്ള, കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻസ് ഉള്ള ക്യാമറ ഉള്ള ഫോൺ നിങ്ങൾ വാങ്ങുമ്പോൾ അതിലൂടെ എടുക്കുന്ന ഫോട്ടോയ്ക്ക് അതിൻ്റേതായ പിക്ചർ ക്വാളിറ്റിയും അതിൻ്റേതായ ഒത്തിരി വ്യത്യസ്തതകളും ആ ഒരു ഗുണം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എന്താണ് ഈ ഫോണുകൾ തമ്മിലുള്ള വ്യത്യാസം? അതിലുപയോഗിക്കുന്ന ലെൻസ്, അതിനാണ് അതിൻ്റെ വാല്യൂ. എന്നതുപോലെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടും പൊതുജനം പല വിധം. എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർ വളരുന്ന സാഹചര്യവും ജനിതകമായിട്ടുള്ള ഘടകങ്ങളും പാരമ്പര്യവും ഒക്കെ കൊണ്ട് മനുഷ്യർ വ്യത്യസ്തരാണ്. ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ്. അപ്പോൾ ഓരോരുത്തരും അവരവർ ജനിച്ച് വളർന്ന് അവർ കണ്ട് പരിചയിച്ച് കാണാത്തത് ഒക്കെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ അഭിപ്രായങ്ങൾ അങ്ങോട്ട് വെച്ച് വിടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു ചിത്രം നമ്മൾ കണ്ടു, ഒരു പെയിൻറ്റിങ്. അപ്പോൾ ഓരോരുത്തരും ആ ചിത്രത്തെ കണ്ട് വീക്ഷിക്കുന്നത് അവരുടെ മനോഭാവം, അവരുടെ കാഴ്ചപ്പാടിലൂടെ ആണ്. അപ്പോൾ അത് ചിത്രകാരൻ്റെ ഗുണവും ദോഷവും ഒന്നുമല്ല, അത് അവരവരുടെ മനോഭാവവും കാഴ്ചപ്പാടും ആണ്. അതുകൊണ്ട് ശുഭ വിമർശനങ്ങളെ നമുക്ക് സ്വീകരിക്കാം. ബഹുഭൂരിപക്ഷവും നിഷേധ വിമർശനങ്ങളാണ്, അത് അറിവില്ലായ്മയാണ്. അപ്പോൾ അത് ആർക്കും എന്തും പറയാം എന്നുള്ള സ്വാതന്ത്ര്യം, അവർ പറയുന്നതാണ് ശരി, മറ്റൊരു ശരിയല്ല എന്നുള്ള കാഴ്ചപ്പാടും ഇറാഷണൽ തിങ്കിങ്ങും കൂടിയാണ് ഈ വിമർശനങ്ങൾ എന്നത് ആകുന്നത്. അതുകൊണ്ട് എല്ലാ വിമർശനങ്ങളും നമ്മളതിൻ്റെ പുറകിൽ പോകേണ്ട കാര്യമില്ല, ദുഃഖിക്കേണ്ട കാര്യമില്ല. വിമർശനങ്ങൾ അത്ര. വിമർശനങ്ങൾ ഭയപ്പെട്ടാൽ നിങ്ങൾക്ക് ഒരിക്കലും വളരാൻ പറ്റില്ല. അതുകൊണ്ട് ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ ആരെന്തായാലും പറഞ്ഞിട്ട് നമുക്കെന്താണ്, നേരിട്ട് നമ്മെ ബാധിക്കുന്ന അങ്ങനെ വിഷയം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അതിൻ്റെ പ്രതിവിധി കണ്ടാൽ മതിയല്ലോ. അല്ലാത്ത ഒന്നും പോസിറ്റീവായിട്ടുള്ള ക്രിറ്റിസിസംസ് അല്ല. അപ്പോൾ നമുക്കറിയാമല്ലോ ഒരാൾ എന്ത് ആത്മാർത്ഥ നമ്മളോടുണ്ട്, എന്ത് ആത്മാർത്ഥയോട് കൂടിയുള്ള വിമർശനം നമുക്കറിയാം. അങ്ങനെയുള്ളത് മാത്രം സ്വീകരിച്ചാൽ മതി, ബാക്കി തള്ളിക്കളയാം. അതുകൊണ്ട് വിമർശനങ്ങളെ പേടിച്ചൊന്നും ചെയ്യാതിരിക്കേണ്ട. വിമർശനങ്ങളെ ഭയപ്പെട്ടാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും വളരാൻ പറ്റില്ല. നന്ദി.